ദജ്ജാൽ അഥവാ ആന്റി ക്രൈസ്റ്റിന്റെ വരവിന് വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ പ്രിപ്പയർഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഒരു പക്ഷേ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പല ആളുകളും ചോദിക്കുന്നത് ദജ്ജാലിന്റെ വരവിനെ പറ്റിയാണ്. ആളുകളോട് എനിക്ക് പറയാനുള്ളത് ദജ്ജാൽ വന്നു കഴിഞ്ഞു എന്നാണ്. പക്ഷെ അതൊരു ഫിസിക്കൽ ഫോമായിട്ടോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രൂപമായിട്ടോ അല്ല, ഒരു സിസ്റ്റമായിട്ടാണ്, നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റമായിട്ട്. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ദജ്ജാൽ ഈ ലോകത്തേക്ക് വരുമ്പോൾ ദജ്ജാലിനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ജനസംഖ്യ തന്നെ ഉണ്ടാവും. അതിൽ 70,000-ഓളം ആളുകളും ജൂതന്മാരാണെന്നും അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. ഇനി ഈ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതൊരു എൻറ്റിറ്റി പവറാണ്. ഈ എപ്സ്റ്റീൻ ഫയൽസിനെയും അതുപോലെ തന്നെ കൊറോണയും ഒക്കെ കൊണ്ടുവന്ന അതേ എൻറ്റിറ്റി പവർ. ഇനി ഈ എൻറ്റിറ്റി പവർ കൊറോണയെ കൊണ്ടുവന്ന കാലത്ത് ഈ ലോകം മുഴുവൻ സൈലൻസ്ഡ് ആയിപ്പോയി. ആ കാലത്താണ് ഏറ്റവും കൂടുതലും സാങ്കേതിക വിദ്യ ഈ ലോകത്ത് വളർന്നത്. ഇനി സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ദജ്ജാലും തമ്മിൽ 1-2 ബന്ധങ്ങളുണ്ട്. ഒന്നാമത്തത് ദജ്ജാലിന്റെ വേഗതയാണ്. ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദജ്ജാലിനെ സഹായിക്കാനായി വളർന്നുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് വേഗതകളും സാറ്റലൈറ്റ് വളർച്ചയും ഉണ്ടായിരിക്കും. ഈ ദജ്ജാലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വെതർ ഫോർകാസ്റ്റിംഗ് എന്നുള്ളത്. ഏതൊരു സമയത്തും ഏതൊരു കാലത്തിനെയും മാറ്റാൻ കഴിവുള്ള ദജ്ജാലിനെ സഹായിക്കാൻ ക്ലൗഡ് സീഡിങ്ങും ജിയോ എഞ്ചിനീയറിംഗിന്റെയും എക്സാക്ട് ഫോമാണ് ഈ കാലത്ത് അവൈലബിൾ ആയി. ഇത് കേൾക്കുമ്പോൾ പൊട്ടത്തരമാണെന്നും മണ്ടത്തരമാണെന്നൊക്കെ നമുക്ക് തോന്നും. ആ തോന്നലോടുകൂടി നമ്മൾ അതിനെ കൺസ്യൂം ചെയ്യലാണ് അവരുടെയും ആവശ്യം. സോ ദജ്ജാലിന്റെ ഫിസിക്കൽ ഫോം മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളത്. അവസാന സമയത്തും അള്ളാഹിനെയും റസൂലിനെയും വിശ്വസിക്കുന്നവർ മാത്രമായിരിക്കും സർവൈവ് ചെയ്യുക.